പിന്നെ സൂപ്പർ ഈസി ഒരു ബ്രെഡ് പിസ്സ നമുക്ക് ഇവിടെ കാണാം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. ഈവനിങ് സ്നാക്ക് ആയിട്ട് കഴിക്കാൻ നല്ല ഒരു റെസിപ്പിയാണ്. സോ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഉള്ളിയും ടൊമാറ്റോവും പിന്നെ ക്യാപ്സിക്കമും പിന്നെ ബോയിൽഡ് കോൺ. നിങ്ങൾക്ക് ഏതാ വെജിറ്റബിൾ വേണ്ടത് അത് എടുക്കാം. പിന്നെ ഒരു ബേക്കിംഗ് ട്രേ എടുക്കാം. പിന്നെ അതിൽ ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ട് ബ്രെഡ് ഇടുക. ബ്രെഡ് വന്നിട്ട് ഇത് ഹോൾ വീറ്റ് ബ്രെഡ് ആണ്, ഓർ യു കൻ യൂസ് ബ്രൗൺ ബ്രെഡ്. അതിന് മേലെ നമുക്ക് ഗ്രീൻ ചട്നി ഇടാം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. പുതിന, കൊത്തമല്ലി, ഇഞ്ചി, പച്ചമുളക് പിന്നെ കുറച്ച് പുളിയും ഉപ്പിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കാം. പിന്നെ ആ ഗ്രീൻ ചട്നി എല്ലാ ബ്രെഡിലും ഇട്ടിട്ട് അതിന് മേലെ നമ്മൾ ഈ റെഡിയാക്കിയ വെജിറ്റബിൾസ് ഉള്ളി, ടൊമാറ്റോ, ക്യാപ്സിക്കവും ഇട്ടിട്ട് പിന്നെ കോണും അതിന് മേലെ ഇട്ടിട്ട് പിന്നെ ഗ്രേറ്റഡ് ചീസ് അല്ലെങ്കിൽ ഈ ചീസ് ക്യൂബ്സ് അതിന് മേലെ ഇടാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം. സ്കൂളിട്ട് വരുമ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒന്നോ രണ്ടോ കഴിച്ചാൽ മതി. നല്ല ഒരു ഹെൽത്തിയും ഫുഡാണ്. വേണ്ട വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് അതിന് മേലെ ഇടാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് അതിന് മേലെ ഇടാം. ഇത് ഓവൻ ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് തവലും ഒന്ന് അങ്ങോട്ട് ബട്ടർ എന്തെങ്കിലും തവലിട്ടിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. സോ ഞാനിവിടെ മൈക്രോവേവ് ഓവനിൽ എടുക്കുന്നു. ഞാൻ ഈ ഹോട്ട് ബ്ലാസ്റ്റ് ഓപ്ഷനിൽ ഒരു 10 minutes നിങ്ങൾക്ക് നിങ്ങളുടെ ഓവന്റെ സെറ്റിംഗ്സ് മാറി നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ടൈമിങ്സ് മാറ്റാം, സെറ്റിംഗ്സ് മാറ്റാം. സോ ഞാനിവിടെ 10 minutes വെച്ചു. ചീസൊക്കെ ഇത്തിരി മെൽറ്റായി. പിന്നെ കഴിക്കുന്ന സമയത്ത് ഒറിഗാനോ ഇട്ടിട്ട് സോസ് ഇട്ടിട്ട് കഴിക്കാം. സോ ഈ ഒരു ക്വിക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ, അവർക്ക് വളരെ ഇഷ്ടം. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. ഈ വീഡിയോയിൽ കണ്ട പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. താങ്ക് യു.